വിനോദവും അറിവും കൈകോർത്തു. സഭാ സ്ക്വയർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വിനോദവും അറിവും കൈകോർത്തു. സഭാ സ്ക്വയർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിനോദയാത്രയ്ക്കിടയിലും സുരക്ഷിത യാത്രയുടെ പാഠങ്ങൾ പകർന്നു നൽകി IPF മലപ്പുറം ജില്ലാ വെസ്റ്റ് റീജിയണൽ കമ്മിറ്റി മോട്ടോർ വാഹന വകുപ്പിന്റെയും സഭാ സ്ക്വയറിന്റെയും സഹകരണത്തോടെ ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് ശ്രദ്ധേയമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. നിരത്തുകളിൽ വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഡ്രൈവർമാരിലും പൊതുജനങ്ങളിലും കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയായ IPF ഈ ദൌത്യം ഏറ്റെടുത്തത്. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ സന്ദർശകർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങൾ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ സഭാ സ്ക്വയർ ഒരു വിജ്ഞാന കേന്ദ്രമായി മാറി. സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളുമടക്കം വൻ ജനക്കൂട്ടമാണ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കാളികളായത്. ജിടെക് കമ്പനിയുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ ക്വിസ് മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സഭാ കൊണ്ടുപൊഴിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MVIPK മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷത വഹിച്ച് സുരക്ഷിത യാത്രയുടെ ബോധവൽക്കരണം നൽകി. MVITP സുരേഷ് ബാബു, AMVI അബ്ദുൽ കരീം ചാലിൽ, PWD റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP അബ്ദുൽ സത്താർ, IPF മലപ്പുറം വെസ്റ്റ് റീജിയണൽ ഡയറക്ടർ സഫ്വാൻ കൂട്ടുമല, ജിടെക് ജില്ലാ മാനേജർ E അനൂജ് എന്നിവർ സംസാരിച്ചു. IPF വേങ്ങര ചാപ്റ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ മീരാൻ സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ PI മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണമെന്നും അപകടരഹിതമായ ഒരു കേരളമാണ് ലക്ഷ്യമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. കടന്നുപോകുന്ന സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. KSTP ആ റോഡ് 2012 ഇത് നന്നാക്കുന്നതിന് മുമ്പുള്ള അപകടത്തിന്റെ എണ്ണവും അത് നന്നാക്കിയതിനു ശേഷം നടന്ന അപകടത്തിന്റെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ഈ അപകടം നടക്കുന്നതിന് പ്രധാന കാരണം റോഡ് നന്നായപ്പോഴാണ് അപകടം കൂടിയത്. 38% അപകടമാണ് നല്ല റോഡുകളിൽ അപകടം ഉണ്ടാകുന്നതെന്ന്. അപ്പൊ റോഡിന്റെ മോശം കൊണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റോഡ് മോശമുള്ള റോഡിൽ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി വാഹനം ഓടിക്കുന്ന അതേ ഡ്രൈവർ നല്ല റോഡിൽ അശ്രദ്ധമായും അവിവേകത്തോടെയും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്ന് കരുതിയിട്ട് നമ്മൾ പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകണോ? ജനങ്ങളാണ് ഉത്തരം പറയേണ്ടത്. മോശമായ റോഡിലൂടെ ചാടി നമ്മൾ കാളവണ്ടി യുഗത്തിൽ കൂടെ പോകണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കാരണമാണ് കണ്ടെത്തിയത്. റോഡ് നന്നാവുമ്പോൾ ഡ്രൈവർ മോശമാകുന്നുള്ള ഒരു ഫോർമുലയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല റോഡിൽ മോശമായി വാഹനം ഓടിക്കുന്ന അതേ ഡ്രൈവർ മോശമായ റോഡിൽ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്നുള്ള. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റോഡ് നന്നാവുമ്പോൾ നിങ്ങളുടെ മനസ്സും നന്നാവണം എന്നാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് നമ്മുടെ NH 66 റോഡാണ്. NH 66 റോഡിൽ ശരാശരി ആഴ്ചയിൽ ഒരാളെങ്കിലും രാമനാട്ടുകരക്കും കുറ്റിപ്പുറത്തിന്റെ ഇടയിൽ വാഹന അപകടത്തിൽ മരിക്കുന്നുണ്ട്. ആ അപകടത്തിന്റെ മരണം എന്ന് പറയുന്നത് ചെറിയ അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ തട്ടുമുട്ടോ കുറഞ്ഞിട്ടുണ്ട്. കാരണം വൺ സൈഡിൽ കൂടി മാത്രമേ യാത്രയുള്ളൂ, തിരിച്ചു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ചെറിയ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസം തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു അപകടം നടന്നു. ഒരു അപകടം എന്ന് വെച്ചാൽ പുലർച്ചെ ലോറിയുടെ ടയർ കേട് വന്ന് റോഡിന്റെ സൈഡിൽ വെച്ച് ശരിയാക്കുന്ന സമയത്ത് വയനാട്ടിൽ വന്ന് 2 ചെറുപ്പക്കാര് മറ്റൊരു ലോറിയായിട്ട് വന്ന് ഒറ്റ ഇടിയടിച്ച് 2 പേര് തൽക്ഷണം മരണപ്പെട്ടു. ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ റോഡ് നന്നാവുമ്പോൾ നമ്മൾ പിടുത്തം വിട്ടു പോകുന്നത് കൊണ്ടാണ്. ഇത് ഒഴിവാക്കിയേ മതിയാവും. അപ്പൊ നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയാൽ അറിയാം, ഞങ്ങളെ പരിശോധനയൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നത് ആദ്യം റോഡ് നന്നാക്കി എന്നിട്ട് പരിശോധിക്കാമെന്നാ. ഞാൻ തിരിച്ചാ പറയുന്നത്. ഞങ്ങൾ ആദ്യം പരിശോധന നടത്തി നിങ്ങൾ നന്നാക്കിയതിന് ശേഷം, നിങ്ങളുടെ മനസ്സ് നന്നാക്കിയതിന് ശേഷം റോഡ് നന്നാക്കിയാൽ മതി എന്നാ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് വളരെയധികം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി.
40 വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.